മനുഷ്യവംശത്തിൻ്റെ തന്നെ പൂർവികനും നിയമനിർമ്മാണത്തിനായി ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ശ്രേഷ്ഠരായ മനുക്കളിൽ ഒരുവനുമായ വൈവസ്വതമനുവിൻ്റെ പുത്രനാകുന്നു ഇക്ഷ്വാകു മഹാരാജാവ്. അദ്ദേഹത്താൽ സ്ഥാപിതമായ ശ്രേഷ്ഠമായ സൂര്യകിരണങ്ങൾ പോലുള്ള ക്ഷത്രിയ വംശമാകുന്നു സൂര്യവംശം. മനുഷ്യവംശത്തിൻ്റെ പൂർവികനും സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവ ചേർന്ന് കൽപ്പം എന്ന മഹാകാലമുണ്ടാകുന്നു. അങ്ങനെയുള്ള കൽപ്പങ്ങൾ പലതുണ്ടാകുന്നു. ഇപ്പോഴത്തെ കൽപ്പമായ ശ്വേതകൽപ്പത്തിൻ്റെ മനുവാകുന്നു വൈവസ്വതൻ. അദ്ദേഹം 7ാം മനുവെന്നും പ്രസിദ്ധനാകുന്നു. ദശാവതാരത്തിന് ഭഗവാൻ പത്മനാഭൻ തുടക്കം കുറിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താകുന്നു. അങ്ങനെയുള്ള വൈവസ്വത മനു വിവസ്വത ശരണ്യു ദമ്പതികളുടെ പുത്രനാകുന്നു. ശ്രദ്ധ എന്ന കന്യകയെ വിവാഹം ചെയ്യുകയും അവരിൽ ദൃഷ്ട, നിര്യന്ത, നിഷ്ഠ, നൃഗ, കരുഷ, ശര്യതി, നഫാംഗ, പ്രംശു, പ്രശാദ്ര, ഇള എന്നീ സന്തതികൾ പിറവികൊണ്ടു. അതിൽ പ്രഥമസ്ഥാനീയനാകുന്നു ഇക്ഷ്വാകു. മലകളും പർവ്വതനിരകളും നദികളുമെല്ലാമായി ശാന്തസുന്ദരമായ ഭൂമിയായ ദ്രാവിഡദേശത്തിൻ്റെ അധിപനായിരുന്നു വൈവസ്വത മനു. അദ്ദേഹം തൻ്റെ അടുത്ത അവകാശിയായ പ്രഥമ സന്തതിയായ ഇക്ഷ്വാകുവിന് ദ്രാവിഡ ഭൂമിയായ ആര്യാവർത്തത്തിൻ്റെ ഭരണം കൈമാറി. ഇക്ഷ്വാകു മഹാരാജാവ് തൻ്റെ മാതാവ് നദിയായി ഒഴുകുന്ന സരയൂ നദിക്കരയിൽ അതിബൃഹത്തായൊരു ഭരണകേന്ദ്രം സ്ഥാപിച്ചു. ധർമ്മത്തിൽ അധിഷ്ഠിതവും നീതിപൂർവവുമായ ഭരണം നടത്തി. ആ നഗരത്തിന് അജയമായ നഗരം എന്ന വിശേഷണ വ്യാഖ്യാനമുള്ള പദമായ അയോധ്യ എന്ന നാമകരണവും ചെയ്തു. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവ് അതിപ്രശസ്തവും അതിശ്രേഷ്ഠവുമായ സൂര്യവംശം അഥവാ സൂര്യകുലം സ്ഥാപിച്ചു. ഈ അതിവിശിഷ്ടമായ ക്ഷത്രിയ വംശത്തിന് സൂര്യകുലം അഥവാ സൂര്യവംശം എന്ന നാമമുണ്ടാകാൻ കാരണമായത് മരീചി മഹർഷിയുടെ പ്രഥമ സന്താനമാകുന്നു കശ്യപ മഹർഷി. അദ്ദേഹം സപ്ത ഋഷികളിൽ പ്രമുഖനുമാകുന്നു. കശ്യപ മഹർഷി പ്രജാപതി ദക്ഷന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുകയും അതിലൂടെ സർവ്വജീവനും ജന്മം നൽകുകയും ചെയ്തു. അങ്ങനെ കശ്യപനിൽ അതിഥിയിൽ ജനിച്ച പുത്രനാകുന്നു ലോകത്തിൻ്റെ വിളക്കായ സൂര്യദേവൻ, സൂര്യൻ എന്ന വിവസ്വതൻ. ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ പിതാവുമാകുന്നു ഇദ്ദേഹം. അതിനാൽ തന്നെ വിവസ്വതൻ അഥവാ സൂര്യൻ്റെ പിൻഗാമികളുടെ സന്തതി പരമ്പരകളാകുന്ന കുലമാകുന്നു സൂര്യകുലം. ഈ കുലത്തിന് രഘുകുലം എന്നും നാമമുണ്ടാകുന്നു. അതിന് പിന്നിലുള്ള കാരണം ഇക്ഷ്വാകുവിൻ്റെ പിൻതലമുറയിൽ വരുന്ന അയോധ്യയുടെയും സൂര്യകുലത്തിൻ്റെയും രാജാതിരാജനായിരുന്നു ദിലീപൻ. അദ്ദേഹം സുദേഷണ എന്ന രാജകുമാരിയെ വിവാഹം ചെയ്തു. രഘു എന്നൊരു പുത്രൻ പിറവികൊണ്ടു. അദ്ദേഹം അതിശ്രേഷ്ഠനും വില്ലാളി വീരനുമായിരുന്നു. ദിലീപന്റെ ഭരണകാലത്തിന് ശേഷം പിന്നീട് സൂര്യവംശത്തിൻ്റെ പിൻഗാമിയായത് രഘുവായിരുന്നു. അതിവിശിഷ്ടനും ധീരനുമായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ സൂര്യകുലത്തിൻ്റെ കീർത്തി വാനോളം ഉയർന്നു. രഘുവംശ രാജ്യങ്ങളിൽ എടുത്തു പറയേണ്ടവയാകുന്നു കോസലം, നിഷാദം, കാശി എന്നിവ. അങ്ങനെ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാകുന്നു അയോധ്യ. പിൽക്കാലത്ത് ശ്രേഷ്ഠരായ ധാരാളം രാജാക്കന്മാർ അയോധ്യ നഗരവും സൂര്യവംശവും ഭരിച്ചിരുന്നു. അവർ യഥാക്രമം ആരെല്ലാമായിരുന്നുവെന്ന് നോക്കിക്കാണാം. ഭരതൻ, ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ പുത്രനാകുന്നു ഭരതൻ എന്നുള്ളത്. ഇക്ഷ്വാകു മഹാരാജാവിന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ പ്രഥമ സ്ഥാനീയനാകുന്നു ഭരതൻ. അദ്ദേഹത്തിൻ്റെ തലമുറകളാകുന്നു വിക്ഷുകി, ഭാനു, കൗസ്ഥ്യ, അനന്യൻ, പൃഥു, വിശ്വഗന്ധി, ആയു, സുവാനസ്വ, ശാശ്വതൻ, ബൃഹദ്ദർശൻ, കൂവളയേശ്വൻ, ധൃതശ്വൻ, പ്രമോദൻ, ഹര്യശ്വൻ, നികുംഭൻ,
ശനാശ്വൻ, ഗിരിതാശ്വൻ, അക്രൂരാശ്വൻ, പ്രസേനജിത്ത്, യുവനാശ്വൻ, മന്ദകൻ, പുരുകുസ്തൻ, വസൂതൻ, സാംബൂതി, സംഭ്രൂതൻ, അനാരണ്യൻ, ത്രയരൂണി, ത്രിബന്ധൻ, സത്യവരദൻ, ഹരിശ്ചന്ദ്രൻ, രോഹിതേശ്വൻ, ഹരിതാശ്വൻ, ചന്മൻ, സുദേവൻ, വിജയൻ, അസ്തിൻ, സരകൻ, സമാജ്ഞൻ, ഭഗീരഥൻ, ശ്രുതൻ, കുഗുസ്തൻ, രഘു, അംബരീഷൻ, സിന്ധുദ്വീപൻ, ശ്രുതാലു, ഋതുപർണൻ, സർവകർമ്മൻ, സുദാസൻ, അജൻ, ദശരഥൻ, രാമചന്ദ്രൻ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാര പുരുഷനും സീതാപതിയായ ശ്രീരാമചന്ദ്ര പ്രഭു. ഇക്ഷാഹു മഹാരാജാവിൻ്റെ തലമുറയിലെ 81ാമത്തെ തലമുറയാകുന്നു ഇദ്ദേഹം. അടുത്തതായി അദ്ദേഹത്തിൻ്റെ പുത്രനായ കുശൻ, അയോധ്യയുടെ ഭരണാധികാരിയായി ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് കുശനാകുന്നു. കുശൻ്റെ തലമുറകളാകുന്നു അദിതി, നിഷാദൻ, നളൻ, നഫസ്, ക്ഷേമാധനവൻ, ദേവാനികൻ, രൂപൻ, രുരൂപൻ, പരിപത്രൻ, ദളൻ, അനലൻ, ഉക്രൻ, വജ്രനാഭൻ, ശംഖനാഥൻ എന്നിവരായിരുന്നു സൂര്യകുലത്തിൻ്റെ പിൻഗാമികളായ മഹാരാജാക്കന്മാർ. ഹിന്ദുമതത്തിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു വംശമല്ല സൂര്യവംശം. ബുദ്ധമതത്തിലും ജൈനമതത്തിലും പരാമർശിക്കപ്പെടുന്ന ഒരു മഹത്തായ വംശമാകുന്നു സൂര്യതേജസ്സോടു കൂടിയുള്ള ക്ഷത്രിയ വംശമായ സൂര്യകുലം.